ഹലോ! എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതമാണ് ട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ചെറിയ ലോങ് വീഡിയോ ആണ് ട്ടോ. രാവിലെ 8 മണി തുടങ്ങി ഉച്ച വരെയുള്ളൊരു വീഡിയോ ആണ് ട്ടോ. അതിൽ ഞാൻ ചെയ്യണ കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോയും കൂടിയാണ് ട്ടോ അത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇതുവരെ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൾ ആക്കണം ട്ടോ. പിന്നെ ദേ രാവിലെ തന്നെ അലക്കാനുള്ള പരിപാടിയിലാണ് ട്ടോ. ഇപ്പോൾ കിണറ്റിൽ വെള്ളം കുറവായതുകൊണ്ട് വാർക്കയുടെ മുകളിൽ വെച്ചേക്കണ ടാങ്കിലേക്ക് വെള്ളം കയറണില്ല. അപ്പോൾ പെരുമാറാനുള്ള കുറച്ച് വെള്ളം ഇങ്ങനെ നിർത്തി ഇങ്ങനെ അടിച്ചടിച്ച് കയറ്റണ്. ബാക്കി ഇങ്ങനെ അലക്കാനൊക്കെ ഉള്ള വെള്ളം ദേ ഇങ്ങനെ വെള്ളം പിടിച്ചിട്ട് അലക്കണത്. അപ്പോൾ ദേ രാവിലെ തന്നെ അലക്കാനുള്ള പരിപാടിയാണ്. ഇപ്പോൾ പിള്ളേർക്ക് വെക്കേഷൻ ആയതുകൊണ്ട് പിള്ളേരുടെ ഡ്രസ്സുമൊക്കെ ഭയങ്കര ചെളിയാണ് ട്ടോ. ഈ മണ്ണിലൊക്കെ ഇങ്ങനെ കളിക്കുന്നതുകൊണ്ടേ. അപ്പോൾ അതൊക്കെ കല്ലുമിട്ട് അലക്കിയാലാണ് അതിൻ്റെ ചെളിയൊക്കെ നല്ലോണം പോവുള്ളൂ. അപ്പോൾ രാവിലെ തന്നെ അലക്കിൻ്റെ പരിപാടിയിലാണ്. അത് കഴിഞ്ഞിട്ട് ഇതേ പച്ചക്കറികളൊക്കെ നല്ലപോലെ ഇങ്ങനെ നനച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെയാണെങ്കിൽ കരിഞ്ഞ വെയിലാവാൻ, അതുകൊണ്ട് പച്ചക്കറികളൊക്കെ ഇങ്ങനെ പെട്ടെന്ന് വാടി പോവാണ് കേട്ടോ. പിന്നെ അത് ചീരയൊക്കെ വലുതായിട്ടുണ്ട്, അത് തോരൻ വെക്കാറൊക്കെ ആയിട്ട് മുറിച്ചെടുക്കാറായിട്ടുണ്ട് കേട്ടോ. ഇപ്പം എന്തായാലും ഇനി മുറിച്ചെടുത്ത് കറിയൊന്നും വെക്കണില്ല, പിന്നെ എപ്പോഴെങ്കിലും അത് മുറിച്ചെടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ കുറേ പച്ചക്കറികളൊന്നുമില്ല കേട്ടോ, കുറച്ച് പച്ചക്കറികളൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ അതേ വെയിൽ വന്നിക്കാട്ടി മുമ്പ് ചെടികൾക്കൊക്കെ വളം കൂടി ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചേ. ഇപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഗ്രൗണ്ട് ഓർക്കിഡിനൊക്കെ അങ്ങനെ പൂവിടുന്ന ടൈമാല. എൻ്റെ കയ്യിലാണെങ്കിൽ ഒരു ഗ്രൗണ്ട് ഓർക്കിഡുമാണെങ്കിൽ നട്ട അന്ന് തൊട്ടാണെങ്കിൽ നല്ലോണം പൂവ് ഇങ്ങനെ ഉണ്ടായി നിൽക്കണം. അതുകൊണ്ട് അത് ഞാൻ പറിച്ച് നട്ടിട്ടില്ല. അപ്പോൾ വേറെയുള്ള ഗ്രൗണ്ട് ഓർക്കിഡിനൊക്കെ ഇങ്ങനെ ഒരുവിധം ഇങ്ങനെ നല്ലപോലെ ഇങ്ങനെ വളർന്ന് വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ പൂവിടണേക്കാട്ടി മുമ്പ് വളമൊക്കെ ചെയ്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ അതിൻ്റെ കടയിലുള്ള പുല്ലുകളൊക്കെ പറിച്ചു കൊടുത്തിട്ട് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവാണേ. അലക്കണേൻ്റെ ഇടയ്ക്ക് മീൻകാരൻ ചേട്ടൻ വന്നപ്പോൾ ആളുടെ നിന്ന് മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വേളൂരിയാണ് വാങ്ങിയത്. ഇത് ചെറിയ മീനായതുകൊണ്ട് നല്ല പാടാണ് കേട്ടോ നന്നാക്കി എടുക്കാൻ. അപ്പോൾ ഇത് ഇനി നന്നാക്കി എടുത്തിട്ട് വറക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചേക്കണത്. അപ്പോൾ ഇത് ഉച്ചക്കത്തെ കറിക്കുള്ള പരിപാടിയാണ് കേട്ടോ. ഇന്ന് മാമ്പഴ പുളിശ്ശേരിയാണ് ഉണ്ടാക്കാൻ പോണത് കേട്ടോ. അപ്പോൾ ഇത് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക കേട്ടോ. പിന്നെ ഇവിടെ ഉച്ചയ്ക്ക് ഇന്ന കറി കൂട്ടിയ ഭക്ഷണം കഴിക്കുള്ളൂ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇവിടെ എന്താണ് വെച്ചേക്കണുള്ള ആ കറി കൂട്ടിയാണ് കേട്ടോ പിള്ളേരൊക്കെ ഭക്ഷണം കഴിക്കുക. പുളിശ്ശേരിക്കുള്ള അരപ്പിന് വേണ്ടി മിക്സിയുടെ ജാറിലേക്ക് തേങ്ങയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് പിന്നെ തൈരും ഇട്ടിട്ടാണ് കേട്ടോ അടിച്ചെടുക്കണത്. പിന്നെ തൈര് പുളി നോക്കിയിട്ട് അതിനനുസരിച്ച് ഇതാക്കണം കേട്ടോ. പിന്നെ അതേ മാങ്ങ വെന്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് പഞ്ചസാരയും അരച്ച് വെച്ച അരപ്പും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഇനി മിക്സിയുടെ ജാറ് കഴുകിയിട്ട് അതിൻ്റെ വെള്ളമൊന്നും അതിലേക്ക് ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. ഇനി ഇതൊന്ന് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ഇതിലേക്ക് അധികം വെള്ളമില്ലാത്ത കാരണം ഇത് കുറുക്ക് കാളൻ പോലുള്ളൊരു കട്ടിയിലുള്ളൊരു മാമ്പഴ പുളിശ്ശേരിയാണ് കേട്ടോ. നല്ല അടിപൊളി മാമ്പഴ പുളിശ്ശേരിയാണ് കേട്ടത്. ഇത് വീട്ടിലുണ്ടാക്കി നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇനി ഇതേ ഇതിലേക്ക് താളിച്ചിടാം കേട്ടോ. നെയ്യിലാണ് ഇത് താളിച്ചിടണത്. അപ്പം ഞാൻ അത് കാണിക്കണില്ല. അതേ ഇതിലേക്ക് എന്തൊക്കെ ചെയ്തതെന്ന് ഞാൻ പറയാം. നെയ്യ് ചൂടായി കഴിഞ്ഞിട്ട് കടുകും ഉലുവയും ഉണക്കമുളകും കൂടിയും ഒന്ന് ഇതാക്കിയിട്ട് ഇതിലേക്ക് താളിച്ചിട്ട് കേട്ടോ. പിന്നെ അതേ കറിവേപ്പില വെറുതെ ഇങ്ങനെ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെതറി കൊടുത്തു കേട്ടോ. നല്ല അടിപൊളി മോര് കറിയാണ് കേട്ടോ. ഇപ്പം മാങ്ങയൊക്കെ ഉണ്ടാവുന്ന സീസണാല. അപ്പോൾ എല്ലാവരും ഇതുപോലത്തെ മാമ്പഴ പുളിശ്ശേരിയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. പിന്നെ അതേ കൈയോടെ തന്നെ മീനും കൂടി വറുക്കാൻ വേണ്ടി പുരട്ടി വയ്ക്കാൻ വേണ്ടി പോവാൻ കേട്ടോ. അപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, പിന്നെ സാധാ എരിവുള്ള മുളക് പൊടിയും പിന്നെ ഉപ്പും വെള്ളവും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിൽ മീനും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ അടച്ചു വയ്ക്കുക കേട്ടോ. ബാക്കിയൊക്കെ ഞാൻ കുളി കഴിഞ്ഞ് വന്നിട്ട് വറക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ അടച്ചു വയ്ക്കുക കേട്ടോ. അപ്പം മീനുമ്പോൾ കുറച്ച് ഉപ്പും മുളകൊക്കെ ഇങ്ങനെ പിടിക്കുമല്ലോ. അത് കഴിഞ്ഞിട്ട് ഇതേ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ മീൻ വറക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ പാനൊക്കെ ചൂടായി കഴിഞ്ഞിട്ട് അതിലേക്ക് എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഇവിടെ ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ എടുക്കണത്. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി കഴിഞ്ഞിട്ട് അതിലേക്ക് മീനൊക്കെ ഇട്ട് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ മീനൊക്കെ നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. മീൻ ചെറിയ മീനായതുകൊണ്ട് നല്ലോണം പൊടിഞ്ഞിട്ടുമുണ്ട്. എന്തായാലും മീൻ പൊടിച്ചാലാണ് ഇങ്ങനെ കഴിക്കണത്. അപ്പോൾ പിന്നെ കുഴപ്പമില്ലെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പിള്ളേർക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞ് കേട്ടോ. ഇനി ഇത് ഞാനും ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇന്നത് അടിപൊളി മാമ്പഴ പുളിശ്ശേരി, പിന്നെ ഇന്നലത്തെ സോയ ചങ്ക്സ് ഇങ്ങനെ റോസ്റ്റ് ചെയ്തതും പിന്നെ മീൻ വറുത്തതുമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ.